ധനരാജ് രക്തസാക്ഷി ഫണ്ട്, CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി കെട്ടിട നിർമ്മാണ ഫണ്ട്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ CPMൽ നടന്ന ക്രമക്കേടുകളും അഴിമതിയും സംബന്ധിച്ച് TA മധുസൂദനൻ MLA ഉൾപ്പെടെയുള്ള ചില ആളുകൾക്കെതിരായി CPM ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിനെ തുടർന്ന് MLA രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ സ്ത്രീകളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി CPMന്റെ ക്രിമിനലുകൾ മർദ്ദിച്ച സംഭവമുണ്ടായി. MLAയുടെ ഓഫീസിന് മുന്നിൽ കുറുവടികളുമായി നിന്ന സംഘം ഇവരെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. പോലീസ് പറഞ്ഞിട്ട് പ്രകടനം വേറെ വഴിതിരിച്ച് സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാറിപ്പോയിട്ടും പുറകിലൂടെ വന്ന് കുറുവടികളുമായി ആക്രമിക്കുകയായിരുന്നു. MLAയുടെ ഓഫീസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി നടത്തിയ കൊലവിളി MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാൽ തടി കാക്കേണ്ടി വരും, എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇല്ലാതാക്കുമെന്നുള്ള രീതിയിലാണ് പ്രഖ്യാപനം. നമുക്കറിയാം, നേരത്തെ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് CPM കൊടുത്ത ഒരു ഉറപ്പ് വിസിൽ ബ്ലോവേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത് വലിയ അഴിമതിയെല്ലാം പുറത്തു കൊണ്ടുവരുന്ന ആളല്ല. ഇവിടെ വിസിൽ ബ്ലോവറിനെ CPM നടപടിയെടുത്ത് പുറത്താക്കിയ വിരോധാഭാസമാണ് കൂടെ കാണാൻ കഴിയുന്നത്. ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം, ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ സ്വർണം കവർന്നെടുത്തതിന് പോലീസ് അന്വേഷണം നടത്തി ജയിലിലിട്ടിരിക്കുന്ന CPM നേതാക്കന്മാർക്കെതിരായി നടപടിയില്ല. സ്വർണം മോഷ്ടിച്ചവർക്കെതിരായി നടപടിയില്ല. പാർട്ടിയിൽ നടന്ന ഒരു കൊള്ള പുറത്തു പറഞ്ഞ ആൾക്കെതിരായി 24 മണിക്കൂറിനകം പാർട്ടി നടപടിയെടുത്തിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. CPMൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീർണതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വ്യാപകമായ ഈ ആക്രമണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം CPM ഏറ്റുവാങ്ങിയപ്പോൾ പയ്യന്നൂരും പാനൂരും പിണറായിയും ഇതുപോലുള്ള അക്രമ സംഭവങ്ങളാണ് വ്യാപകമായി ഉണ്ടായത്. അപ്പോൾ അവിടെ മറ്റുള്ളവർക്ക് യാതൊരു കാരണവശാലും അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവസരം കൊടുക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധികാരത്തിന്റെ കരുത്തിൽ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുക, അനധികൃതമായി ഉണ്ടാക്കിയ പണം ഉപയോഗിച്ച് ഗുണ്ടകളെ വളർത്തുക, ഇവരെ ഉപയോഗിച്ച് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുക, ഇതാണിപ്പോൾ CPM രീതിയായി മാറിയിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ, ഞങ്ങളതൊന്നും ആവർത്തിക്കുന്നില്ല, ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടിയിൽ നടക്കുന്ന അഴിമതി, ഭരണത്തിന്റെ മറവിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ച് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ കൂടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് അല്ലേ? പയ്യന്നൂരിൽ പോലീസിന് നേരെ സ്റ്റീൽ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷം തടവിന് ശിക്ഷിച്ച ഒരാളെ പയ്യന്നൂരിലെ കൗൺസിലറാക്കി CPM. അയാൾക്ക് ജയിലിൽ പോയ ആദ്യത്തെ മാസം തന്നെ പരോൾ കൊടുത്തു. പരോളിന്റെ കാലാവധി തീർന്നപ്പോൾ വീണ്ടും പരോൾ നീട്ടിക്കൊടുത്തു. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ബഹുമാനനായ മുഖ്യമന്ത്രി, പോലീസ് ജീപ്പിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞവനെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക്, ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലിരിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? എന്ത് ധാർമ്മികമായ അവകാശമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളല്ലേ പോലീസിന്റെ മന്ത്രി. പോലീസിനെ കൊല്ലാൻ സ്റ്റീൽ ബോംബ് എറിയുന്നത് മറ്റേ പുഷ്പഹാരം വലിച്ചെറിയല്ലോ, പോലീസിന് നേരെ ബൊക്കെ കൊടുക്കുകയല്ലോ പോലീസിന്. സ്റ്റീൽ ബോംബ് എറിഞ്ഞ് നിങ്ങളുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ ശ്രമിച്ച ആൾക്ക് 20 വർഷം തടവിന് കോടതി ശിക്ഷിച്ച ആളെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിക്കുക. കാരണം ജയിക്കാൻ നേരം മറ്റുള്ളവർക്കൊന്നും നോമിനേഷൻ കൊടുക്കാൻ പോലും അവിടെ സമ്മതിക്കില്ല. അത്ര അക്രമവും അത്ര അതിക്രമവുമാണ് അവിടെ കാണിക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ മാസം ഇയാൾക്ക് പരോൾ കൊടുക്കുക. വളരെ ഗുരുതരമായ ആരോപണമാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിട്ടുള്ളത്. ശ്രീമതി KK രമ ഇവിടെ ഇരിക്കുന്നു. പാർട്ടിയിലെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് ശ്രീ TP ചന്ദ്രശേഖരൻ ക്രൂരമായി വധിക്കപ്പെട്ടത്. ഇന്ന് കുഞ്ഞികൃഷ്ണനും നേരിടുന്നത് അതേ പ്രശ്നം തന്നെയാണ്. ജീവന് ഭീഷണി നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് പറയും. ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല, പാർട്ടി കണക്കാണെന്നാണ് പറയുന്നത്.
പക്ഷെ കുഞ്ഞികൃഷ്ണൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുതരമായ ക്രമക്കേടുകളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് CPM ഇരട്ടത്താപ്പാണ്, എല്ലാ കാര്യത്തിലും വ്യാപകമായ ഇരട്ടത്താപ്പാണ് ഈ കാര്യത്തിലുള്ളത്.